ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്താൽ ഈ കാണുന്ന ഒരു വീടിൻ്റെ അടുത്ത് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന വീട് വരുന്ന സ്ഥലം തച്ചോട്ടാവിന് സമീപം ഇരട്ടക്കലെങ്കിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം നമുക്ക് സിറ്റിയിൽ നിന്നാണെങ്കിൽ 12 കിലോമീറ്ററും തച്ചോട്ടാവ് ജംഗ്ഷനിൽ നിന്ന് നമുക്കൊരു 1 കിലോമീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ കാണുന്ന ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലെത്താൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ എലിവേഷനൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. കണ്ടില്ലേ, നമുക്ക് സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോക്സ് ടൈപ്പ് ഡിസൈൻ പോലെയാണ് നമുക്ക് ഫുള്ള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ 4,650 സെൻറ്റാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. 2,200 സ്ക്വയർ ഫീറ്റിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പം 4 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അതിൽ നമുക്ക് 2 ബെഡ്റൂം താഴെയും 2 ബെഡ്റൂം നമുക്ക് മുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ 2 ബെഡ്റൂം നമുക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ചോദിച്ച പല കസ്റ്റമർ നമ്മളുമായിട്ട് ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബെറ്റർ ഓപ്ഷനാണ് അപ്പോൾ ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ 2 ബെഡ്റൂം നിങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ആവശ്യമുള്ളവർ തീർച്ചയായും നമ്മൾ ഈ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. നമുക്കപ്പം ഫ്രണ്ട് പോർഷനിൽ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു സ്ലൈഡിങ് ഒരു ഫോൾഡിങ് ഗേറ്റാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ചുറ്റുപാടും തന്നെ റെസിഡൻസ് ഏരിയ കൊണ്ട് തന്നെ വേറെയും ധാരാളം വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കാറൊക്കെ നമുക്ക് വരാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ടോ, റോഡ് നമുക്ക് ഫ്രണ്ടേജൊക്കെ നല്ല വലിയ റോഡ് ഫ്രണ്ടേജൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാറൊക്കെ സ്മൂത്തായിട്ട് നമുക്കിവിടെ വീട്ടിൽ പ്രവേശിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് നമുക്കിവിടെ ഫുള്ള് ഫ്രണ്ട് കണ്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഈ വീടിന് പൈപ്പ് കണക്ഷന് കിണർ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിവിടെ ആയിട്ട് കണ്ടോ 2 പൈപ്പ് കണക്ഷനുകൾ വന്നിട്ടുണ്ട്. കിണർ നമുക്ക് ആ ഒരു ഭാഗത്താണ് വരുന്നത്. പിന്നെ ഈ വീടിൻ്റെ സൈഡിലായിട്ടൊക്കെ തന്നെ നമുക്കിവിടെ ധാരാളം ഗാർഡൻസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ നമുക്ക് ഈ ഒരു വീട്ടിൽ നമുക്കൊരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പോർഷനിലാണ് നമുക്ക് കവേർഡ് പാർക്കിംഗ് വരുന്നത്. നമുക്കിവിടെ 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഈ സൈഡിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് 2 കാർ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഗാർഡൻ പ്രൊവിഷൻ ഉണ്ടോ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കിണർ കാണാം. നമുക്ക് ഈ ഒരു ഭാഗത്തൂടെയാണ് നമുക്ക് കിണറിൽ പോകേണ്ട വഴി വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിണർ വരുന്നത്. നമുക്ക് കിച്ചൻ്റെ ബാക്ക് സൈഡായിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് നനകല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാണ് വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് നമുക്ക് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന സിറ്റ് ഔട്ട് നമുക്ക് 10x6 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് സൈഡിൽ ഫുള്ള് കണ്ടോ വാൾ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ തീമിലുള്ള ഒരു വാൾ ടൈലാണ് നമുക്കിവിടെ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന സിറ്റ് ഔട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10x6 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന സിറ്റ് ഔട്ട് വരുന്നത്. നമ്മളിനി ഫ്രണ്ട് പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ആയിട്ട് മെയിൻ എൻട്രൻസ് ഡോറ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഡോറ് ഫുള്ളും തന്നെ പ്ലാവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഫുള്ള് പോളിഷ് ചെയ്തിട്ടുണ്ടോ, നല്ല പോളിഷ് വർക്ക് ചെയ്തിട്ട് ഈ ഒരു നല്ലൊരു പാറ്റേൺ കൊടുത്തിട്ടാണ് ഈ ഒരു ഡോറ് വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമുക്കിനി വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചകൾ കണ്ടോ. നമുക്ക് ഇവിടെ ആയിട്ട് ലിവിങ് ഏരിയ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. നമുക്ക് ലിവിങ് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിവിടെ ആയിട്ട് ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു TV യൂണിറ്റാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ലിവിങ് ഏരിയ വരുന്നത് നമുക്ക് 22x6 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയ വരുന്നത്. മുകളിൽ സീലിംഗ് വർക്ക് കണ്ടോ, പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്ക് സീലിങ്ങിന് കൊടുത്തിട്ടുള്ളത്. TV യൂണിറ്റ് ഒരു വലിയൊരു TV യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ. എത്ര വലിയൊരു TV വരെ നമുക്ക് വയ്ക്കാൻ സ്പേസ് ഉള്ള ഒരു വലിയൊരു TV യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ധാരാളം കബോർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ സ്റ്റോറേജ് നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെക്കർ ഐറ്റം ഒക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള ധാരാളം സ്പേസ് ഉണ്ടോ. ഇവിടെയൊക്കെ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പുറകിലായിട്ട് നമുക്ക് PVC പാനലാണ് ഇതിൻ്റെ പുറകു പോർഷനിൽ ഫുള്ള് വരുന്നത്. പിന്നെ സൈഡ് ചുമരിൽ കണ്ടോ ഈ ഒരു ഡിസൈൻ കണ്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ലിവിങ് ഏരിയ വരുന്നത്. നമുക്ക് ഫ്രണ്ട് ആ വാതിൽ വഴിയാണ് നമ്മൾ അകത്തോട്ട് പ്രവേശിച്ചത്. നമുക്ക് ഇത്രയും പോർഷനായിട്ട് ലിവിങ് ഏരിയ വരുന്നുണ്ട്. നമുക്കിവിടെ സോഫയൊക്കെ ഇടാനായിട്ട് പറ്റും. നമുക്കിവിടെ ഇരുന്ന് TV കാണാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് എല്ലാം നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറത്ത് വരുമ്പോൾ ഇവിടെ ഒരു പാർട്ടീഷൻ പോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്കിവിടെ ഡൈനിങ് ഏരിയ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന ഡൈനിങ് ഏരിയ നമുക്ക് 15x14 ഡയമെൻഷൻ കിട്ടുന്ന ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഈ പോർഷനിൽ വരുന്നത് കണ്ടോ. പിന്നെ നമുക്കിവിടെ സൈഡിലായിട്ട്
ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ് ഈ ഒരു പോർഷനിൽ ഫുള്ള് വരുന്നത്. നമുക്കിവിടെ സൈഡിലായിട്ട് സ്റ്റെയർ മുകളിലോട്ട് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്കിവിടെയും കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻവേർട്ടറൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ഈ ഒരു പോർഷനിൽ കിച്ചനും TV യൂണിറ്റിൻ്റെ ബാക്കിലൊരു ബെഡ്റൂമും നമുക്ക് ഈ ഒരു പോർഷനിലുമാണ് അടുത്തൊരു ബെഡ്റൂമും വരുന്നത്. അപ്പോൾ നമുക്കിനി ഡൈനിങ് ഏരിയയുടെ ഇവിടെ നിന്ന് നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ പാർട്ടീഷനായിട്ട് നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ഐറ്റങ്ങൾ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇനി കിച്ചൺ വരുന്നത്. അപ്പോൾ ഈ കിച്ചൺ നമുക്ക് 10x10 ഡയമെൻഷനുള്ള ഒരു കിച്ചൺ യൂണിറ്റാണ് നമുക്ക് വരുന്നുണ്ടോ. തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിച്ചണിൽ മെറ്റീരിയൽ നമുക്ക് ബോർഡ് വർക്കാണ് വരുന്നത്. കംപ്ലീറ്റും ബോർഡ് വർക്കിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് നമുക്കിവിടെ വരുന്നത് കണ്ടോ. ഒരു പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് ഈ പല പോർഷനിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് താഴെ ഡ്രോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിവിടെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടാതെ നമുക്കൊരു വാഷ് ബേസിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് കിച്ചണിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ട് വരുന്നത്. നമുക്ക് ടെയിൽ കണ്ടോ, ഈ ഒരു ടെയിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ നിന്ന് പുറത്തോട്ട് ഈ ഒരു പോർഷനാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ആയിട്ടൊരു വർക്ക് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു വർക്ക് ഏരിയ നമുക്ക് കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നമുക്കിവിടെയും ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ അടുപ്പൊക്കെ കത്തിക്കാനൊക്കെ നമുക്ക് ഈ ഒരു പോർഷനായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് നേരത്തെ കണ്ട കിണർ നമുക്ക് ഇതുണ്ട്, ഈ ഒരു സൈഡിലാണ് കിണർ വരുന്നത്. പിന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് നനകല്ല് കൊടുത്തിട്ടുണ്ട് കണ്ടോ, പുറം സൈഡിലായിട്ട് നനകല്ല്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഇനി നമുക്ക് നോക്കേണ്ടത് 2 ബെഡ്റൂമാണ്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം നമുക്ക് ഈ വീടിനുണ്ട്. അതാണ് മെയിൻ നമുക്ക് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. നമ്മുടെ അടുത്ത് പല ആൾക്കാരും ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ചോദിച്ചിട്ടൊക്കെ നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. സാധാരണ ഒരു ബെഡ്റൂം താഴെയും ചിലപ്പോൾ 2-3 ബെഡ്റൂമൊക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. നമുക്ക് ഈ ഒരു വീടിന് 2 ബെഡ്റൂം താഴെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഓരോ ഇവിടെയുള്ള ബെഡ്റൂമിൻ്റെ കാഴ്ചയും കൂടെ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ റൈറ്റ് സൈഡിലുള്ള ബെഡ്റൂമാണ് നമുക്ക് ആദ്യം കാണാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 16x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് മുകളിൽ സീലിംഗ് വർക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് ഞാനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അവിടെയായിട്ട് ബെഡ് ഇങ്ങോട്ട് നമുക്ക് ഇടാൻ സാധിക്കും. അത്രയും നമുക്ക് വലിയൊരു ബെഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയായിട്ട് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ജിപ്സം ബോർഡ് മൾട്ടിവുഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഫുള്ള് നമുക്ക് ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ് പോലത്തെ ഒരു സംഭവമാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ ഫുള്ള് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു മിററും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു മിറർ തന്നെ നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ ബാത്റൂം നോക്കാം. നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അകത്ത് വരുമ്പോഴത്തേക്ക് ഗ്രിപ്പിംഗ് ടൈൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ ഫുൾ യൂസ് ചെയ്യുന്നത്. സറയുടെ പ്രോഡക്റ്റ് ഒക്കെയാണ് കൂടുതൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ആയിട്ടൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ബാത്റൂമിൻ്റെ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നുണ്ടോ. ഇതും നമുക്ക് അപ്പുറത്തുള്ള ബെഡ്റൂമിൻ്റെ അത്ര സ്പേസ് ഇല്ലെങ്കിലും കുറച്ച് കുറവാണ്. 12x12 നമുക്ക് ഈ കാണുന്ന ബെഡ്റൂമിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഇവിടെ ഈ സീലിംഗ് വർക്ക് നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ഒരു ടൈപ്പ് ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ കാണുന്ന വാർഡ്രോബിന് മറ്റേ കളറിനേക്കാൾ ഒരു ചേഞ്ച് കൊടുത്തു. ഒരു വുഡൻ ഫിനിഷാണ് നമുക്ക് ഇവിടുത്തെ ഇത് കൊടുത്തിട്ടുള്ളത്. ഇത് ലാമിനേറ്റ് ചെയ്തതാണ്. നമുക്കിവിടെ ഒരു വലിയൊരു മിററും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. നമുക്ക് ഇതാണ് PVC ഡോർ വരുന്നത്. ഈ ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിപ്പിംഗ് ഡേയിലും ബാക്കി എല്ലാ ബ്രാൻഡഡ് ഫിറ്റിങ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഷവർ ഇത് വരുന്നുണ്ട്. ബാക്കി എല്ലാ കണക്ഷൻസും നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകൾ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമ്മൾ പോകുന്നത് നമുക്ക് ഈ കാണുന്ന സ്റ്റെയർ കയറിയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഇങ്ങനെ ഈ ഒരു സ്റ്റെയർ ഇതുവരെ കയറി അവിടെ നിന്ന് കട്ട് ചെയ്ത് അങ്ങ് പോയി പിന്നെ അവിടെ നിന്നാണ് നമുക്ക് ഈ പോർഷൻ ഫുള്ള് വരുന്നത്. അപ്പോൾ നമുക്കൊരു വുഡൻ ഹാൻഡിൽസാണ് നമുക്ക് ഇവിടെ സൈഡ് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. വുഡനും സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ കണ്ടോ ഇവിടെ ഫുള്ള് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് നമുക്ക് കൊടുത്തിട്ടുണ്ട് കയറി പോകുന്ന ഫുൾ പോർഷനിൽ. ഓക്കെ,
അപ്പോൾ ഇതാണ് നമുക്ക് സൈഡ് പോർഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റെയർ കയറിയിട്ട് നമുക്ക് മുകളിലോട്ട് പോകാം. നമുക്ക് ഗ്രാനൈറ്റ് നമുക്കിവിടെ സ്റ്റെയറിലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടോ ഈ കാണുന്ന വാളിൽ ഒരു വാൾ ആർട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് മാച്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു വാൾ ആർട്ടാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെയർ കയറി നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന 2 ബെഡ്റൂമും അവിടുത്തെ ഹോള് ബാക്കി ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കണ്ടോ ഇവിടെ ആയിട്ട് ഒരു ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു ഫാൻസി ലൈറ്റാണ് നമുക്കിവിടെ നടുക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിൽ ഫുള്ള് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് നമുക്ക് സീലിംഗ് വർക്കെല്ലാം തന്നെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും സ്പേസാണ് നമുക്കിവിടെ മുകളിൽ ഹോളിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെയർ കയറിയിട്ടാണ് മുകളിലോട്ട് വന്നത്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും സ്പേസ് നമുക്ക് ഈ ഒരു പോർഷനിൽ കിട്ടും. അപ്പോൾ നമുക്ക് 22x20 ഈ കാണുന്ന ലിവിങ് ഏരിയ നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഇൻ ഔട്ട് കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടോ. ഈ ഒരു പോർഷനിലാണ് അത് വരുന്നത്. പിന്നെ നമുക്ക് 2 ബെഡ്റൂം വരുന്നത്, ഒന്ന് ഇവിടെയും ഒന്ന് ഈ ഒരു പോർഷൻ, 2 ഇടത്താണ് നമുക്ക് ബെഡ്റൂം വരുന്നത്. ബാക്കി ഞാൻ സീലിംഗ് വർക്കൊക്കെ നേരത്തെ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഈ കാണുന്നതാണ് ഇവിടുത്തെ സീലിംഗ് വർക്കൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആയിട്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് കാരണം നമുക്ക് ഈ കാണുന്ന സ്റ്റെയർ കണ്ടോ, ഇത്രയും വൈഡായിട്ട് ഇങ്ങനെ പണിതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വൈഡ്നെസ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ 2 ബെഡ്റൂം കാണാം. നമുക്ക് ഈ ഒരു 2 പോർഷനിലായിട്ടാണ് നമുക്ക് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂം നമുക്ക് കാണാം. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം 20x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. അപ്പോൾ മുകളിൽ സീലിംഗ് വർക്ക് നമുക്ക് ഈ കാണുന്ന ഒരു ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം 20x12 ഡയമെൻഷൻ വരുന്നത്. പിന്നെ നമുക്ക് 2 ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോ വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നുണ്ടോ. നമ്മൾ താഴെ ഫസ്റ്റ് ഒരു ബെഡ്റൂം കണ്ട അതേ ഒരു ഡിസൈനാണ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ബോർഡ് വർക്ക് തന്നെയാണ്, അത് ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടൈൽ ഇട്ടേക്കുന്നുണ്ടോ, ഒരു ലീഫിൻ്റെ തീമിലുള്ള ഒരു ടൈലാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈലാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമ്മൾ താഴെ കണ്ട പോലെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം നമുക്ക് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അപ്പോൾ 16x12 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. മുകളിൽ നമുക്ക് സീലിംഗ് വർക്ക് ഇതാണ് വരുന്നത്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ളത്. 2 വിൻഡോ നമുക്ക് 2 പോർഷനിലായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു വാർഡ്രോബ് വരുന്നുണ്ടോ. അത് നമ്മൾ താഴെ അപ്പുറത്ത് കണ്ട അതേ ഒരു വുഡൻ ഫിനിഷ് വരുന്ന ഒരു വാർഡ്രോബാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഇതാണ് വരുന്നത്. ഇതപ്പോൾ നമുക്ക് കുറച്ച് നല്ല സ്പേസ് ഉള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. അത്രയും സ്പേസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മിററും നമുക്ക് ഇതാണ്ട് ഈ ഒരു പോർഷനിലായിട്ട് വാഷ് ബേസിനൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയാണ് നോക്കേണ്ടത്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് ബാൽക്കണി വരുന്നത്. അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 16x12 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ്. നല്ല വൈഡായിട്ടുള്ളൊരു ബാൽക്കണിയാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ഇത്രയും സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കിട്ടുന്ന വ്യൂവും നല്ല വ്യൂ ആണ് വരുന്നത് കണ്ടോ. അപ്പുറത്ത് നമുക്ക് താഴോട്ട് കണ്ടോ, ഇവിടെ നിന്ന് ഹൈറ്റുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് അപ്പുറത്ത് മലയൊക്കെ കാണാൻ സാധിക്കും. അത്രയും നല്ല ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം യോഗയോ അല്ലെങ്കിൽ മിനി ജിമ്മോ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കിവിടെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടിരുന്നാൽ നമുക്ക് പുറത്തുള്ള ഒരു വ്യൂ കിട്ടി. രാവിലത്തെ ക്ലൈമറ്റിൽ നമുക്കിവിടെ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത്രയും സ്പേസ് നമുക്കിവിടെ ഫ്രണ്ട് ആ ഒരു ബാൽക്കണി കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പം ചെറിയൊരു മിനി ജിമ്മോ അല്ലെങ്കിൽ നമുക്ക് യോഗയൊക്കെ ചെയ്യുന്നെങ്കിൽ തന്നെ നമുക്കിവിടെ ഇരുന്ന് ചെയ്താൽ അത്രയും നമുക്ക് രാവിലത്തെ ഫ്രഷ് എയറിൽ നമുക്കിവിടെ നിൽക്കാനൊക്കെ ഉള്ളൊരു നല്ലൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷനിലും കൂടെ ഒരു ബാൽക്കണി, നമുക്ക് ഈ ഒരു പോർഷനിൽ ഓപ്പൺ ബാൽക്കണി വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു സ്ഥലത്ത് ഉണ്ടോ, ഇവിടെ ആയിട്ട് നമുക്കൊരു ഓപ്പൺ ബാൽക്കണി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു പവർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വയ്ക്കാനൊക്കെ സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് നമുക്ക് മുകളിൽ ടെറസിൻ്റെ മുകളിലോട്ടൊക്കെ പോകാൻ വേണ്ടിയുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളതാണ്. മുകളിലോട്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറിയാണ് നമുക്ക് പോകേണ്ടത്.
അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 85 ലക്ഷമാണ്. അത് തീർത്തും നെഗോഷ്യബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ ഹോം ലോണാണ് ഇതിനെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ലോൺ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ടൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടിയ വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീട് നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നമ്മുടെ ഈ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്നാൽ നിങ്ങൾക്ക് വീട് വാങ്ങിക്കാനായിട്ട് ആവശ്യമുള്ള നിങ്ങൾക്ക് സൂട്ടായിട്ടുള്ള വീട് വരുമ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മൾ അടുത്തിടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.